ഹായ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ച പല പദ്ധതികളെയും യാതൊരു തരത്തിലും അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിരാശപ്പെടുകയേ ചെയ്യരുത്. ഒരു പക്ഷേ അതിനേക്കാൾ നല്ല ഒരു പദ്ധതിയായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പല പദ്ധതികളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് തരാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ നിലവിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും മാക്സിമം നിങ്ങളുടെ ഊർജം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അത് ഫലം കാണും. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ ഉണ്ട് ഈ ഇത്തരം ഒരു കാര്യങ്ങളിൽ. കാരണം ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയി ഒത്തിരി തടസ്സങ്ങൾ സംഭവിച്ചു, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലായിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ചില കച്ചിത്തിരുമ്പ് പോലെ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റാവുന്ന പല പദ്ധതികളും അവരെ മുൻപിലേക്ക് വരികയും അത് നല്ലൊരു രീതിയിൽ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്ത ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുള്ള ഓണർമാരുടെ എക്സ്പീരിയൻസുകളും കൂടി അറിയുന്നത് കൊണ്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് അത്തരമൊരു പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ കാണുക. അത് വിചാരിച്ച് നമ്മൾ എന്തിനേലും തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതവിടെ വെച്ച് നിർത്തുക എന്നല്ല, പക്ഷേ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനേക്കാൾ ഏറ്റവും മികച്ചതിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും തട്ടിമാറ്റുന്നത് അതിനേക്കാൾ നല്ലതിനെ നമ്മൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ്. ആ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ ഓരോ കാര്യങ്ങളെയും നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രൊജക്റ്റുകളാണെങ്കിൽ അതല്ലെങ്കിൽ ഭവനങ്ങളാണെങ്കിൽ അത് നിർമ്മിക്കാൻ, ബിൽഡിങ്ങുകളാണെങ്കിൽ അത് നിർമ്മിക്കാൻ, അതല്ലെങ്കിൽ പല പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും ഒക്കെയും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുന്നിലുണ്ടാകുന്ന തടസ്സങ്ങളാവരുത് നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങളായിരിക്കണം ആ തടസ്സങ്ങളെ ഭരിക്കുന്ന രാജാവ്. സോ ബി ഹാപ്പി, ബി പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു.